പ്രഘോഷിക്കുവാനും അത് വിവിധ ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ജനത്തിനെ കാണുവാനും കേൾക്കുവാനും പഠിക്കുവാനും അവസരമുണ്ടാക്കി തരുന്നതിന് ഓർത്ത് ദൈവമേ ഞങ്ങളങ്ങോട്ട് നന്ദി പറയുന്നു. ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സാധാരണഗതിയിലൊരു വിശ്വാസിയോട് ചോദിക്കുന്ന സമയത്ത് ഈ ലോകം സൃഷ്ടിച്ച ദൈവത്തെ പിതാവായ ദൈവമെന്ന് പഠിപ്പിക്കുന്നു, വിശ്വസിക്കുന്നു. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് പുത്രനായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ 4 സുവിശേഷങ്ങളിൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ കത്തോലിക്ക സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് ത്രിത്വമാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും ത്രിത്വത്തിൻ്റെ ഏകത്വത്തെക്കുറിച്ച് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. ത്രിത്വം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഇത് ഒരു ദൈവമാണോ, 3 ദൈവമാണോ, 3 ദൈവവും കൂടെ ഒരു ദൈവമാണോ എന്നൊക്കെ പലവിധ സംശയങ്ങളുണ്ടാകാറുണ്ട്. നമ്മളിന്ന് ഇതിനെ പ്രത്യേകമായി മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 14, 16 അധ്യായങ്ങളിലായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വ്യക്തമായ പ്രബോധനം സുവിശേഷം നമുക്ക് നൽകുന്നു. അതുകൊണ്ട് തിരുവചനം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് ഇന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. യേശു തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ മരണത്തിൻ്റെ സമയം അടുത്ത സമയത്ത് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും. അല്ലെങ്കിൽ യേശു ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്ത എല്ലാ പ്രവർത്തികളും ചെയ്യുവാൻ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സാധിക്കുമെന്ന് യേശു പറയുന്നു. തുടർന്ന് പറയുന്നു, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ എൻ്റെ ശിഷ്യന്മാരായ നിങ്ങൾക്ക് സാധിക്കും എന്ന് ശിഷ്യന്മാരെ അറിയിക്കുന്നു. പലപ്പോഴും നമ്മൾ വചനപ്രഘോഷണ വേളയിൽ ഈ തിരുവചനം കേൾക്കാറുണ്ട്. അതെങ്ങനെയാണ് ഈ വചനം പ്രാവർത്തികമാക്കണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ തുടർന്നുള്ള വാക്യങ്ങളും കൂടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും നമ്മുടെ ചിന്തയുടെ ആഴങ്ങളിലേക്ക് ഈ തിരുവചനത്തെ കടത്തിവിടുകയും ചെയ്യാം. 14-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്. എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിനെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നു. ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. യേശു ശിഷ്യന്മാരോടൊപ്പം ജീവിച്ചിരുന്ന കാലഘട്ടം, 33 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശു ശിഷ്യന്മാർക്ക് വേണ്ട എല്ലാവിധ ഭൗതികമായ ആത്മീയമായ സഹായങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ യേശു പറയുകയാണ്, ഞാൻ പോവുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഇനി ഞാനല്ല, പിതാവായ ദൈവം മറ്റൊരു സഹായകനെ അയക്കും. ആ സഹായകനാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായിട്ട് നമ്മളിങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്: യേശു പിതാവിനോട് അപേക്ഷിച്ച് പിതാവ് അയക്കുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. സഹായകനായ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ദൈവമായതുകൊണ്ട് ദൈവത്തെ മനുഷ്യനെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെയും ആർക്കും കാണുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നു. നിക്കോദെമോസ് യേശുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ, യേശു പറയുന്നു, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ അറിയുന്നില്ല. അതുപോലെയാണ് പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനനം സംഭവിക്കുന്നത്. കത്തോലിക്കരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞ് 8 ദിവസം കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിൽ എത്രയും വേഗത്തിൽ കുഞ്ഞിന് ജ്ഞാനസ്നാനം നൽകുന്നു. ആ ജ്ഞാനസ്നാനം നൽകുന്ന സമയത്ത്
പരിശുദ്ധാത്മാവിനെയാണ് നൽകുന്നത്. പരിശുദ്ധാത്മാഭിഷേകമാണ് ജ്ഞാനസ്നാനത്തിൽ സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയുടെ ഉള്ളിൽ കടന്നു വന്ന് വസിക്കുകയും എന്നേക്കും വസിക്കുകയും ഭൗമിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും അവരെ മുന്നോട്ട് നയിക്കുന്ന തരത്തിലുള്ള എല്ലാവിധ സംരക്ഷണവും സഹായവും പരിശുദ്ധാത്മാവ് ചെയ്തു കൊടുക്കുന്നു. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള അജ്ഞത മൂലം പലപ്പോഴും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുവാനായിട്ടൊരു ശ്രമം നയിക്കാം. 17-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചിട്ട് ഒന്നാമത്തെ ഒരു ടീച്ചിങ് പറയാണ്, ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, സത്യത്തിൻ്റെ ആത്മാവായതുകൊണ്ട് സത്യത്തിൽ ജീവിക്കുന്ന ആളുകൾ, സ്നേഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പിശാചിനെക്കുറിച്ച് പറയുന്നുണ്ട്, അവൻ നുണയനും നുണയൻ്റെ പിതാവുമാണെന്നാണ് പറയുന്നത്. അപ്പം നുണ പറയുന്ന സത്യസന്ധരല്ലാത്ത ആളുകൾക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ പരിശുദ്ധാത്മാവ് വെളിപ്പെടാതെ പോകുന്നു. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കില്ല. അപ്പോൾ ലോകത്തിൻ്റെ ചിന്തയോടുകൂടി ഈ ലോകത്തിൽ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് വീട് പണിയണം, ജോലി കിട്ടണം, പണം സമ്പാദിക്കണം, കുട്ടികളുടെ വിദ്യാഭ്യാസം നടക്കണം, ചികിത്സ നടക്കണം, കാറ് വേണം, അല്ലെങ്കിൽ സ്കൂട്ടർ വേണം, അല്ലെങ്കിൽ ഭൗമികമായ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയുള്ള ചിന്തയാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി പലവിധ പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് പലപ്പോഴും പല ആളുകളുടെയും ഒരു ചിന്തയുണ്ട്. സാധാരണ രീതിയിൽ മാമോദിസ സ്വീകരിച്ച ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ പോലും അവർ പറയുന്നൊരു കാര്യമുണ്ട്, ബൈബിൾ അനുസരിച്ചൊന്നും ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുന്ന അനുസരിച്ചൊന്നും ജീവിക്കാൻ പറ്റില്ല. കാരണം സഭ പറയുന്നതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ജീവിക്കാൻ പ്രയാസമാണ്, അല്ലെങ്കിൽ ബൈബിൾ പറയുന്നതനുസരിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റില്ല, സത്യസന്ധരായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ആളുകളുടെ ഒരു പൊതുധാരണ. അതുകൊണ്ട് തന്നെ ഇവിടെ വചനം പറയുന്നു, ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല. ലോകത്തിൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാരണം അവൻ്റെ യുക്തിചിന്ത, അവൻ്റെ ബുദ്ധിയാണ്. കാരണം ഇന്ന് നമ്മൾ പലപ്പോഴും ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഏതെങ്കിലും ഒരു സാധനത്തെ കണ്ട് വിശ്വസിക്കണം എന്നാണ് ലോകം പഠിപ്പിക്കുന്നത്. അപ്പോൾ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനെ വിശ്വസിക്കുന്നു, ലാബറട്ടറിയിൽ പരീക്ഷണം നടത്തി റിസൾട്ട് കിട്ടുന്നത് വിശ്വസിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചിട്ട് അടുത്തൊരു ഫീച്ചർ പറയാണ്, എൻ്റെ നാമത്തിൽ പിതാവായി അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. നമ്മൾക്ക് പലപ്പോഴും ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് അജ്ഞതയുണ്ടെങ്കിൽ, സാധാരണ ഇതിൽ ചില ആളുകൾ പറയും, എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ല, ഞാൻ സ്കൂളിൽ മാത്രമേ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, കോളേജിൽ പഠിച്ചിട്ടില്ല, ഞാൻ ഉന്നതമായ പഠനങ്ങൾ എനിക്കില്ല, അതുകൊണ്ട് എനിക്ക് അറിവില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇന്ന് കത്തോലിക്ക സഭയിലുള്ള വചനപ്രഘോഷകരെ നോക്കുന്ന സമയത്ത് പലരും സാധാരണ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുകയോ അല്ലെങ്കിൽ സെമിനാരിയിൽ പഠിക്കുകയോ തിയോളജി പഠിക്കുകയോ ഒന്നും ചെയ്യാത്ത സാധാരണക്കാരായിട്ടുള്ള എത്രയോ ആളുകൾ ഡോക്ടറേറ്റൊക്കെ എടുത്ത് വരുന്ന, ദൈവശാസ്ത്രം പഠിച്ച് ബൈബിളിൽ ഡോക്ടറേറ്റൊക്കെ എടുത്ത് വരുന്ന വൈദികരേക്കാൾ വളരെ നന്നായി സുവിശേഷം പ്രസംഗിക്കുകയും അത് വ്യാഖ്യാനിച്ച് ലളിതമായ ഭാഷയിൽ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇന്ന് ധ്യാനമന്ദിരങ്ങളിൽ മുഴുവൻ ജനങ്ങൾ തടിച്ചു കൂടുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, പലപ്പോഴും ഞായറാഴ്ചകളിലെ വിരസമായ മതപ്രസംഗം കേട്ട് മടുത്തുപോയ ആളുകൾക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ആളുകൾക്ക് വചനം പഠിക്കുവാനായിട്ട് മനസ്സിലാക്കാനും തുടങ്ങിയത്. അപ്പോൾ ഇവിടെ പറയുന്നു, സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. എന്തൊക്കെയാണ് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്നോ ആ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും വ്യക്തിയിൽ പ്രവേശിക്കുകയും ആ വ്യക്തി സംസാരിക്കുന്ന സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തിയിലൂടെ ജനത്തിന് ലഭിക്കുകയും ചെയ്യുന്നു.
അതുകൊണ്ട് തന്നെ സുവിശേഷം കേൾക്കുവാനും മനസ്സിലാകുവാനും ഒക്കെ ഇടയാകുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് എല്ലാ കാര്യവും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. രണ്ടാമതൊരു കാര്യം പറയാണ്, യേശു പഠിപ്പിച്ച കാര്യങ്ങൾ ഈ അപ്പസ്തോലന്മാരോട് പറയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന സമയത്ത് നിങ്ങളെ അത് അനുസ്മരിപ്പിക്കും. യേശു നടത്തിയ ഉപമകൾ, യേശു നടത്തിയ അത്ഭുതകരമായ രോഗസൗഖ്യം, യേശു നടത്തിയ അത്ഭുതകരമായ പൈശാചിക ബാധയിൽ നിന്നുള്ള വിടുവിക്കൽ, യേശു കൊടുത്ത പ്രബോധനങ്ങൾ, യേശു നടത്തിയ പ്രഘോഷണങ്ങൾ, ഇതെല്ലാം ഇവർ കേട്ടിട്ടുണ്ടെങ്കിലും പലതും അവർ മറന്നുപോയി. എന്നാൽ യേശു പറയുന്നു, പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുസ്മരിപ്പിക്കും. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് യേശു രണ്ടാമതെടുത്ത് പറഞ്ഞത്. ഒന്ന്, പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എൻ്റെ മക്കൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു മകന് മലയാളം ഭാഷ വളരെ ബുദ്ധിമുട്ട്, മകൾക്ക് മാത്തമാറ്റിക്സ് ഭയങ്കര ബുദ്ധിമുട്ട്, താഴെയുള്ള മകന് ഹിന്ദി പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോന്ന് പഠിക്കാനായിട്ട് പ്രയാസം അനുഭവപ്പെട്ടു. ആ സമയത്ത് എൻ്റെ ഭാര്യ ഇവരോട് ഈ തിരുവചനം പഠിപ്പിക്കുകയാണ് ചെയ്തത്. എൻ്റെ നാമത്തിൽ സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പലപ്പോഴും ഈ വചനം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പരീക്ഷയ്ക്കൊക്കെ പോകുന്ന സമയത്ത് പോകാനും പറഞ്ഞു. പരീക്ഷയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് പലപ്പോഴും ഈ കുട്ടികൾ എന്നോട് വന്നിട്ട് പറയാറുണ്ട്, ചോദ്യപേപ്പർ കിട്ടിയപ്പോൾ പഠിച്ചതായിരുന്നു, ഓർമ്മ വരുന്നില്ല, അറിയാം പക്ഷേ ഓർമ്മയിലേക്ക് വരുന്നില്ല. അപ്പോൾ ഒരു പ്രയാസമൊക്കെ തോന്നിയ സമയത്ത് ഉത്തരം അറിയാം പക്ഷേ ഉത്തരം ഓർമ്മയിൽ നിന്ന് പുറത്തു വരാതിരുന്ന സമയത്ത് എൻ്റെ 3 മക്കളും സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഈ തിരുവചനങ്ങൾ ആവർത്തിച്ച് പറയും. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം അനുസ്മരിപ്പിക്കുകയും ചെയ്യും. യേശു ശിഷ്യന്മാരോട് യേശുവിൻ്റെ പ്രബോധനത്തെക്കുറിച്ചാണ് ഇത് പറഞ്ഞത്. എങ്കിൽ പോലും അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ ഈ തിരുവചനം ആവർത്തിച്ച് പറയുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ പരീക്ഷയൊക്കെ നേരിടുന്ന സമയത്ത് ഭയം നീങ്ങിപ്പോവുകയും പഠിച്ച കാര്യങ്ങൾ ഓർമ്മ കിട്ടാതെ വരുന്ന സമയത്ത് ഇത് ആവർത്തിച്ച് പറയുന്ന സമയത്ത് അവരുടെ ഓർമ്മയിലേക്ക് ഈ തിരുവചനങ്ങൾ വരികയും അവർക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടുവാൻ അവരെ സഹായിക്കുകയും ചെയ്തു. ഇന്ന് അവരുടെ പഠനമൊക്കെ പൂർത്തിയാക്കി അവർക്ക് ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ എൻ്റെ 3 മക്കളും പോസ്റ്റ് ഗ്രാജുവേഷൻ വിവിധ സബ്ജക്ട്സിൽ ചെയ്യുകയും അവരൊക്കെ ഉയർന്ന ജോലികളിൽ പ്രവേശിക്കുകയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവരുടെയൊക്കെ 10ാം ക്ലാസ് കാലഘട്ടം അല്ലെങ്കിൽ +2, 10th, 11th, 12th കാലഘട്ടങ്ങളിൽ അവരുടെ പഠനത്തെ ഏറ്റവും സഹായിച്ചിരുന്ന ഒരു തിരുവചനമാണ്. ഇതുപോലെ തന്നെ യേശയ്യാപ്രവചന പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങളുടെ പുത്ര ശ്രേയസ്സാർജിക്കുകയും ചെയ്യുമെന്ന തിരുവചനവും ഇതുപോലെ ആവർത്തിച്ച് പറയാനായിട്ട് പറയാറുണ്ട്. അതൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുകയും ചെയ്തു. തുടർന്ന് യേശു പറയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള അസ്വസ്ഥതയാണല്ലോ, എല്ലാവർക്കും പല കാര്യങ്ങളെക്കുറിച്ചുള്ള ആകുലത, ഉത്കണ്ഠ, ഭയം, പരാജയ ചിന്ത ഒക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ യേശു പറയാണ്, സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് കടന്നു വരും, നിങ്ങൾക്ക് ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠ വേണ്ട. അതുകൊണ്ട് തന്നെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. അടുത്ത വാക്യത്തിൽ പറയണം, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. ലോകം സമാധാനം നൽകുന്നത് പലതരത്തിലാണ്. ഇപ്പോൾ ഈ അടുത്ത നാളുകളിൽ നമ്മൾ കണ്ടു, കുറേ നാൾ ഇസ്രായേലും പലസ്തീൻകാരായിട്ട് യുദ്ധം നടക്കുന്നു. അമേരിക്കയും ഖത്തറും ഈജിപ്തും ഒക്കെ ഉൾപ്പെടെ സൗദി അറേബ്യയൊക്കെ ചേർന്ന് ഒരു മധ്യസ്ഥ ഫോർമുല ഉണ്ടാക്കി 40 ദിവസം സമാധാനം ഉണ്ടായി. 41ാമത്തെ ദിവസം വീണ്ടും യുദ്ധം. അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ഇതേ പ്രക്രിയയാണ് കാണുന്നത്. ഒരു സമാധാന സന്ധി സംഭാഷണമൊക്കെ നടക്കുന്നു, ഒത്തീർപ്പുണ്ടാക്കുന്നു, സമാധാനമായി എന്ന് പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പ്രയാസമാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, ലോകം നൽകുന്ന പോലത്തുള്ള താൽക്കാലികമായ ഒരു പ്രതിഭാസമല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. പലപ്പോഴും ഈ സമാധാനം ഇല്ലാതാവുന്ന 2 കാരണങ്ങളാണല്ലോ. 1 അസ്വസ്ഥത, 2 ഭയം. അതുകൊണ്ട് തന്നെ പറയുന്നു, നിങ്ങൾ അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടേണ്ട. ഞാൻ പോകുന്നെന്ന് വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ യേശു ഈ 14ാമത്തെ അധ്യായത്തിൽ 12ാമത്തെ വാക്യം മുതൽ 27ാമത്തെ വരെ ഉള്ള വാക്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഈ കടന്നു പോകുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമെന്ന് യേശു പഠിപ്പിക്കുന്നു.
നിങ്ങളോടൊത്ത് വസിക്കുമെന്ന് പറയുന്നു. ഈ പരിശുദ്ധാത്മാവ് സത്യാത്മാവാണെന്ന് പറയുന്നു. ലോകത്തിന് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പഠിപ്പിക്കുന്നു. തുടർന്ന് പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് പറയുന്നു. തുടർന്ന് നമ്മൾ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ നാമത്തിൽ പിതാവായ ദൈവം അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പഠിപ്പിക്കുകയും അനുസ്മരിപ്പിക്കുകയും ചെയ്തിട്ട് പിന്നെ പറയുന്നത് എന്താണ്? നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. ലോകം നൽകുന്ന തരത്തിലുള്ള സമാധാനമല്ല നൽകുന്നത്, സമാധാനവും സന്തോഷവും നൽകുന്നു. ആകുലത, ഉത്കണ്ഠ, പരാജയ ചിന്ത, അസ്വസ്ഥത, ഭയം, ഇതിൽ നിന്നെല്ലാം മാറി സമാധാനത്തിലും സന്തോഷത്തിലും ഈ ഭൂമിയിൽ ജീവിക്കുകയും നിത്യജീവൻ ലക്ഷ്യമാക്കിക്കൊണ്ട് ഭൂമിയിൽ ജീവിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ദൈവമേ അങ്ങയുടെ വാഗ്ദാനമയമായ പരിശുദ്ധാത്മാവരിൽ വന്ന് ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, ജ്ഞാനസ്നാനം വഴി വിശ്വാസികളായിട്ടുള്ള ആളുകൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ മഹാകൃപയാൽ ജ്ഞാനസ്നാനം സ്വീകരിക്കാത്ത ആളുകൾക്ക് ദൈവത്തിൻ്റേതായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ ചൊരിയപ്പെടുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ വസിക്കുകയും കർത്താവെ അവരുടെ ഉള്ളിലുള്ള അനാഥത്വം എടുത്തു മാറ്റി സഹായകനായ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളൊരു ബോധ്യം നൽകണമേ. കർത്താവെ, ദൈവജനത്തിന് അസ്വസ്ഥതയും ആകുലതയും എടുത്തു മാറ്റി ദൈവം നൽകുന്ന സമാധാനം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സമാധാനം അവരിൽ നിലനിൽക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദ്യാർത്ഥികളായിട്ട് പഠനത്തിൽ ഏർപ്പെടുന്ന മുഴുവൻ ആളുകളെയും ദൈവമേ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, സഹായകനായ പരിശുദ്ധാത്മാവെ, വിദ്യാർത്ഥികളെ ആയിട്ടുള്ള മുഴുവൻ ആളുകളിലും ഒന്ന് ആവസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും അനുസ്മരിപ്പിക്കുകയും ചെയ്യുമെന്ന തിരുവചനത്തിൻ്റെ യോഗ്യതയിൽ കർത്താവെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, എല്ലാവരിലും വന്ന് വസിച്ച് ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ ഇടയാക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവിലൂടെ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ.